ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. കാനഡയിലെത്തിയിട്ട് 9 വർഷമായി. സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ കാനഡയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം വർക്ക് പെർമിറ്റ്, PR പ്രോസസ്സ്, ഇപ്പോൾ സിറ്റിസൺഷിപ്പിന് വേണ്ടി എലിജിബിളായിട്ട് നിൽക്കുന്നു. 9 വർഷം വലിയൊരു കാലയളവാണ്. അതിനിടയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിലാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, PR പ്രോസസ് ആണെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് അനുഭവത്തിൽ വന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി മുതൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, സ്റ്റുഡൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള, PR റിലേറ്റ് ചെയ്തിട്ടുള്ള, ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറച്ചധികം നല്ല വീഡിയോസായിട്ട് ഞാൻ ഉണ്ടാവും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാ പേജിലാണ് ഞാൻ കുറച്ച് നാളായിട്ട്, ഒരു വർഷത്തിൻ്റെ മേലെയായിട്ട് ഞാൻ ആക്റ്റീവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഞാൻ അതിലിടാറുണ്ട്. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. 2015 ഞാൻ കാനഡയിലേക്ക് വന്നത്. സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. ആ സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്തു, പ്ലസ് പഠിത്തം, 2 കാര്യങ്ങൾ. അതിനുശേഷം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. 2 വർഷത്തെ കോഴ്സായിരുന്നു. 3 വർഷം വരെ കാനഡയിൽ നിൽക്കാനുള്ള വർക്ക് പെർമിറ്റ് കിട്ടി. അതിനുശേഷം ജോലി കണ്ടെത്തി. ആ ഒരു കാലയളവിൽ നമ്മൾ ജോലി കണ്ടെത്തി. പിന്നെ PRന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. PR കിട്ടി. ഇപ്പോൾ സിറ്റിസൺഷിപ്പിന് എലിജിബിളായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാൾ കാനഡയിൽ നിൽക്കണം PR കിട്ടിയാലും. ആ ഒരു കാലയളവെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒന്നുകിൽ PR എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. 2016-17 കാലത്തിൽ PR കിട്ടുന്നത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ അപ്പോഴും വളരെ ഈസി എന്ന് പറയുന്നില്ല, എന്നാലും CRS സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന പ്രൊവിൻസിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അവിടെ ജോലി കിട്ടി. PRന് പോയിൻറ്റ്സ് 500 കുറവായിരുന്നു. ഇപ്പം 500 മേലെയാണ് എക്സ്പ്രസ് എൻട്രിയിൽ പലതും വിളിക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റുഡൻസായിട്ട് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പം നോക്കുന്നൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്സ്. ഞാൻ വന്ന സമയത്തും നമ്മൾ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് കൂടുതലായിരുന്നു. കാരണം സ്റ്റുഡൻസ് ആണെങ്കിലും ഈ സമയത്ത് വന്നതിനേക്കാട്ടും കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു ആ സമയത്ത് വന്നത്. അപ്പോൾ നമുക്ക് ജോബ്സ് കാര്യങ്ങൾ ശ്രമിച്ചാൽ കിട്ടുമായിരുന്നു. ഇപ്പം കുറച്ചുകൂടിയും ടൈറ്റാണ്. ശ്രമിച്ചാൽ കിട്ടുന്നില്ല എന്നല്ല, നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് പാടാണ്. കുറേ ആൾക്കാർ ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾ, അടുത്തറിയുന്ന ആൾക്കാർ തന്നെ അവരുടെ കഷ്ടപ്പാട് നമുക്കറിയാം, ജോലി കിട്ടാനുള്ള ഒരു പ്രയാസം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പാർട്ട് ടൈം ജോബോ കാര്യങ്ങളോ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽപ്പായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ കഷ്ടപ്പാടായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹെൽപ്പ് ആരെങ്കിലും വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് അറിയുന്ന, നിങ്ങളെപ്പോഴും ഒരു ആൾക്കാരായിട്ട് കോൺടാക്റ്റ് വെക്കുക. ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്ക് ഹെൽപ്പ് കിട്ടി, പാർട്ട് ടൈം ആണെങ്കിലും റിയൽ ആയിട്ടുള്ള ജോലിയാണെങ്കിലും, നമ്മൾ ഫുൾ ടൈം ജോബ്സ് കാര്യങ്ങൾ അങ്ങനെയാണ് വരിക. കോണ്ടാക്ട്സ് വഴിയാണ് പലതും കിട്ടുക. മാസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കോവിഡിന് ശേഷം വളരെ നല്ല രീതിയിൽ, വളരെ വലിയ രീതിയിൽ കാനഡയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ജോബ്സ്, PR കാര്യങ്ങളെല്ലാം ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ വന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പാർപ്പിടം, ജോലി, മറ്റു കാര്യങ്ങൾ, ഫെസിലിറ്റീസ് കാനഡയ്ക്ക് ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസായിട്ട് വരുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം റെൻറ്റ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. സ്റ്റുഡൻസ് മാത്രമല്ല, ഞാനാണെങ്കിലും ആരാണെങ്കിലും നമുക്കൊരു റെൻ്റൽ പ്രോപ്പർട്ടി, അപ്പാർട്ട്മെൻറ്റ്, വീട്, ബേസ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിലും കഴിഞ്ഞൊരു കോവിഡിന് മുന്നേ ഈ ഒരു കാലയളവ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഹൗസിംഗ് പ്രൈസ് അല്ല ഞാൻ പറയുന്നത്, നമ്മൾ റെൻറ്റ്. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ വീട് പെട്ടെന്ന് മേടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്പേസ് നമുക്ക് വേണം താമസിക്കാൻ. സ്റ്റുഡൻ്റായിട്ടാണെങ്കിലും PR കിട്ടി വരികയാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെൻറ്റിൽ നമ്മൾ താമസിച്ചില്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഒപ്പിച്ചു പോകാനാവില്ല. ജോബ്സ്, പാർട്ട് ടൈം ജോബ്സ് കാര്യങ്ങൾ. എൻ്റെ ഫസ്റ്റിലത്തെ ജോലി കിട്ടിയത് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ജോബായിരുന്നു. കോപ്പിൻ്റെ കാര്യമാണ്, പാർട്ട് ടൈം ജോബിൻ്റെ അല്ല പറയുന്നത്. കോപ്പായിരുന്നു എനിക്ക് ജോലിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ. ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് റെസ്യൂമെ പ്രിൻറ്റ് ചെയ്ത് ഡയറക്റ്റ് അവരോട് പോയിട്ട് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ജോലി കിട്ടിയത്, പ്രോപ്പർ ജോലി കിട്ടിയത്. പാർട്ട് ടൈം ജോലി എനിക്ക് സെയിം രീതിയിൽ തന്നെയാണ് കിട്ടിയത്. ഞാൻ അന്വേഷിച്ചു പോയി,
ഒരു സ്ഥലത്ത് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു, അവിടെ വേക്കൻസി ഉണ്ട്, സമയത്ത് എടുത്തു. പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിന് മാത്രം ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പോയി അവിടെ ഫസ്റ്റ് ജോലി കിട്ടി. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇഷ്ടംപോലെ ഇവിടെ വന്നത് കൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള പരിമിതികൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ജോലി ചെയ്യുന്നത് സ്റ്റുഡൻസ് വരുന്നത് വർക്ക് ചെയ്യുന്നത് പെട്രോൾ പമ്പുകൾ ഇല്ലെങ്കിൽ മാള്, ഫുഡ് ചെയിൻസ് കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർ, പ്ലസ് ഫാക്ടറീസ്. പാർട്ട് ടൈം ജോലിയുടെ അവൈലബിലിറ്റി ഇപ്പം കുറവാണ്. നമുക്കറിയാം കൂടുതൽ ആൾക്കാർ വരുന്നതിനനുസരിച്ച് ജോലി ഇല്ലാണ്ടാവുന്നു. ജോബ്സ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇഷ്യൂസ് ഇപ്പോൾ ആയിട്ട് വരുന്നത് PR ആണ്. കാനഡയിലുള്ള PR കിട്ടാനുള്ള ഡിഫിക്കൽട്ടീസ് കമ്പയർ ടു പ്രീവിയസ് കാര്യങ്ങൾ ഇയേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് ഡിഫിക്കൽട്ടാണ്. എക്സ്പ്രസ് എൻട്രി ആണെങ്കിൽ സ്കോർ കൂടുതലാണ്. പല PNP പ്രോഗ്രാമും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒണ്ടാരിയോയിലാണ്. ഒണ്ടാരിയോ പ്രോവിൻസിൽ നമുക്ക് ഒരു ജോലി ഫൈൻഡ് ചെയ്ത് നമുക്ക് എക്സ്പ്രസ് എൻട്രിയിൽ സ്കോർ മീറ്റ് ചെയ്ത് വരണമെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇവിടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേറെ പ്രോവിൻസിലേക്ക് PNP ഓപ്ഷൻ കാര്യങ്ങളായിട്ട് പോകുന്നത്. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പല അഡീഷണൽ ഓപ്ഷൻസ് PRന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രഞ്ച് അറിയുന്ന ആൾക്കാർക്ക് ഫ്രഞ്ച് അറിയുകയാണെങ്കിൽ നമുക്ക് സ്കോർ കുറയുക. പിന്നെ അഡീഷണലായിട്ട് കുറച്ചധികം PNPs കാര്യങ്ങൾ വേറെ വന്നിട്ടുണ്ട്. ഓരോ സമയത്ത് ഓരോരോ പ്രോഗ്രാമാണ് ഹൈ ആയിട്ട് നിൽക്കുക. അപ്പം പണ്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കില്ല ഇപ്പം നമുക്ക് PRന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസിലാണെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കാനഡയിലേക്ക് ഡിസൈഡ് ചെയ്തു, ഓക്കെ കാനഡയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് PR ഓപ്ഷൻ കൂടി നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ആകെ സ്ട്രഗിൾ ആവും. എസ്പെഷ്യലി +2 എല്ലാം കഴിഞ്ഞ് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് അത്ര ഇഷ്യൂ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഒരാളും +2 വന്നിട്ടുണ്ടെങ്കിൽ ഒണ്ടാരിയോ പോലെയുള്ള പ്രോവിൻസിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കോർ മീറ്റ് ചെയ്ത് എത്തിപ്പെടാനുള്ള PR കിട്ടാനുള്ള നല്ല പാടാണ്. കാനഡ ബിഫോർ ആൻഡ് ആഫ്റ്റർ COVID-19 വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം മൊത്തത്തിൽ കാനഡയിലുള്ള പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് പറയുകയാണെങ്കിൽ എയർ ടിക്കറ്റ്. $1000 ഞാൻ ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരും. അതിപ്പോൾ നടക്കില്ല. ഇപ്പോൾ 1 വേ തന്നെ ഏകദേശം ആ പൈസ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നാട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് എയർ ടിക്കറ്റാണ്. 1000, 1100 ആ റേഞ്ചിലാണ് ഞാൻ കോവിഡിൻ്റെ മുന്നേ പോയിട്ടത്. എല്ലാ പ്രാവശ്യവും ആ മാക്സിമം അത്രയാണ്. അത് തന്നെ 1 സ്റ്റോപ്പ് ആയിട്ട് കൊച്ചിയിലേക്ക്. പക്ഷെ ഇപ്പം വലിയ രീതിയിൽ അത് മാറ്റം വന്നിട്ടുണ്ട്. എയർ ടിക്കറ്റ് 1500, 1600, 2000, 2500 റേഞ്ചിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയത് 2000-ന് മേലെയാണ് ഒരാൾക്ക് ടിക്കറ്റ് വന്നത്. $2300. അപ്പോൾ 1000-ഉം 2300 ഡബിളല്ല, അതിലേക്കാട്ടും കൂടുതൽ പൈസ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിലും നമ്മൾ എയർ ടിക്കറ്റ് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ്ങിൽ ആയിട്ടില്ലെങ്കിൽ നാട്ടിൽ പോകുന്നത് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ഫാമിലി 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 2000 വെച്ചാണെങ്കിൽ വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ബാധിച്ചത് നാട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ട്. കാരണം എത്രയും പൈസ നമുക്ക് സേവ് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വളരെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ COVID-19 ശേഷം ഏറ്റവും കൂടുതൽ ബാധിച്ച മറ്റൊരു കാര്യമാണ് നമുക്ക് ഗ്രോസറി ആണെങ്കിലും സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിന് പൈസ, ഷോപ്പ് ഡ്രസ്സ് കാര്യങ്ങൾക്ക്, അത് എന്ത് സാധനത്തിനാണെങ്കിലും പൈസ വളരെ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, ഏത് കൺട്രി എടുത്താലും COVID-19 ശേഷം വന്ന മാറ്റം നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ രീതിയിൽ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. സാലറി നമുക്ക് കിട്ടുന്ന സാലറി ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ 4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സാലറി റേഞ്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മിനിമം വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്പായിട്ടുണ്ട്. പക്ഷേ അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ മറ്റുള്ള വിലകൾ കാര്യങ്ങൾ റെൻറ്റ് കാര്യങ്ങളെല്ലാം കൂടിയിരിക്കുന്നത്. നമുക്കൊരു $2, $3 എക്സ്ട്രാ പെർ അവർ കിട്ടിയിട്ടുണ്ട് അഡീഷണലായിട്ട്. അത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ രീതിയിൽ കൂടുതലാണ്. അത് നമ്മളെ മൊത്തത്തിലുള്ള ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, സ്റ്റുഡൻസിന് അവരുടെ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്നില്ല. കാരണം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാനഡയിൽ ഞാനെല്ലാം വന്ന സമയത്ത് കുറച്ച് മുന്നേ എല്ലാം വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി ഇതിനെക്കാട്ടും മുന്നേ വന്ന ആൾക്കാരോ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ കോവിഡിന് ശേഷമാണെങ്കിലും ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് അവർ ഫസ്റ്റ് ഓൾറെഡി ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരാണ് ഓരോ സ്റ്റുഡൻസ് മാത്രമല്ല PR കിട്ടിയ ആൾക്കാരാണെങ്കിലും കാനഡയിലേക്ക് വന്നത്. അപ്പം വളരെ ഹൈ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഫ്രഷേഴ്സായിട്ട് ഒരു ജോലിക്ക് വേണ്ടി കോഴ്സ് കഴിഞ്ഞു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. അതേസമയത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ വേറെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു.
ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവർക്കായിരിക്കും. കംഫോർട്ട് സോണിൽ മാത്രമായിട്ട് നമ്മൾ പറ്റിപ്പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് മാറാൻ പറ്റില്ല. നമ്മൾ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ പഠിച്ച ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണ്, ഇല്ലെങ്കിൽ ഫൈനാൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിലേക്ക് എപ്പോഴും ട്രൈ ചെയ്തിട്ട് ആ ജോലി കിട്ടുമ്പോൾ അതിലേക്ക് മാറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മിനിമം വേജിൽ തന്നെ എപ്പോഴും നിൽക്കും. എപ്പോഴും നമ്മൾ ഹൈ പോയിട്ടില്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികവും കാര്യങ്ങളും വലിയ രീതിയിൽ മെച്ചം ഉണ്ടാവില്ല, നമ്മൾക്ക് വേറൊരു രീതിയിലും മാറ്റം വരുത്താൻ പറ്റില്ല. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു പ്രൊവിൻസ് സെലക്ട് ചെയ്ത് അവിടെ പഠിച്ചതിന് ശേഷം നമുക്ക് PR കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പ്രൊവിൻസിലേക്ക് മാറുന്നു. ഒണ്ടാരിയോയിലാണ് ഒരാൾ പഠിക്കാൻ വരുന്നതെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജോലി ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻ കേസ് ഇല്ലെങ്കിൽ PR കിട്ടുന്നില്ല, അതിനുകൊണ്ട് മാത്രം വേറെ പ്രൊവിൻസിലേക്ക് മാറുന്നു. അപ്പം അങ്ങനെ പല പ്രൊവിൻസിലേക്കിലും ഈ മെയിൻ പ്രൊവിൻസിൽ നിന്ന് പോകുമ്പോൾ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം ഹൈ കോമ്പറ്റീഷനായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. കോളേജിൻ്റെ ഇടയിൽ വന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മിക്ക ഇൻ്റർനാഷണൽ ക്യാമ്പസുകളിലേക്കും കുട്ടികൾ ഇപ്പം വരുന്നില്ല. അതിൻ്റെ റീസൺ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ക്യാൻസലാക്കുന്ന കാര്യം കൊണ്ട് തന്നെ. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം 90% ആൾക്കാരും വരുന്നത് കാനഡയിലേക്ക് പഠിച്ച് അതിനുശേഷം ജോലി കിട്ടി PR ആയിട്ട് ഒന്ന് സെറ്റിലാകാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ ഉള്ള കോളേജുകളിൽ ഇൻ്റർനാഷണൽ ക്യാമ്പസുകളിൽ പഠിച്ചതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല, അത് കൊടുക്കുന്നില്ല. നമുക്ക് PR-നുള്ള മെയിനായിട്ടുള്ളൊരു പോയിൻറ്റ്സാണ് 3 വർഷം നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് എത്രയാണ് 1 വർഷം 2 വർഷം 3 വർഷം നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ട് തിരിച്ചു പോകാൻ മാത്രമല്ലല്ലോ ഇവിടെ വരുന്നത്. ബിസിനസ് മൈൻഡ് തന്നെയാണ്. നമ്മളെ കോളേജസിൻ്റെ മെയിൻ ക്യാമ്പസ് സബ്ബായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ടൊറൻറ്റോ പോലെയുള്ള ഏരിയകളിൽ, മിസ്സാഗ, ടൊറൻറ്റോ, നോർത്ത് യോർക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെറിയ ബിൽഡിങ് റെൻറ്റ് ചെയ്തിട്ട് അവിടെ ക്യാമ്പസാക്കി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരും. ഞാനടക്കമുള്ള ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഡൗൺ ആണ്, ഫെസിലിറ്റീസ് ഡൗൺ ആണ്. മെയിൻ ക്യാമ്പസിലുള്ള ഒന്നും നമുക്കിവിടെ സബ്ബായിട്ടുള്ള ക്യാമ്പസിലില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഗവൺമെൻറ് ഈ ഒരു രീതിയിൽ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എല്ലാം മെയിൻ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടെ സിറ്റി വൈസ് ചെറുതാണ്, ജോബ്സ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കുറേ രീതിയിൽ അക്കോമഡേഷൻ, താമസം എല്ലാം നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർക്ക് പോസിറ്റീവായിട്ട് എന്തൊക്കെ രീതിയിൽ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് കാനഡയിലാണ് PR ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പല കോഴ്സുകൾക്കും ഇപ്പം സ്കോപ്പ് കുറവാണ്. ചില സ്കോപ്പുള്ള കോഴ്സുകളുണ്ട്, അതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് കാനഡയിലേക്ക് വരാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് നമുക്കൊരു കാര്യമില്ലെങ്കിൽ PR-ന് സപ്പോർട്ടില്ല. PR-ന് സപ്പോർട്ടുള്ള കുറേ കോഴ്സുകളുണ്ട്, അത് പഠിച്ച് വരാൻ നോക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് PR കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില പ്രൊവിൻസിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട് PR ഓപ്ഷൻസിന്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വരിക. അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യും. വേറെ എന്താ പറയുക, കുറേ നാളിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. കാരണം അതിൽ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. സെയിം ജേർണി ഓഫ് റോസ് തന്നെയാണ് പേര്. ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാനുള്ള ടോപ്പിക്സ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേർണി ഓഫ് റോസ്.